നമുക്ക് സൂ കണ്ടിട്ട് വരാം കേട്ടോ. ജൂഡീനെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ വാശി പിടിച്ച് കാറി കയറി വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് വാശി പിടിച്ച് വന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ മേടിച്ച് കഴിച്ച് മെല്ലെ പോയി. നമ്മൾ മോൾ ഓഫ് മൈസൂറിൻ്റെ ആ വഴി കൂടിയാണ് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് സൂ. അപ്പോൾ നമ്മൾ സിറ്റി കറങ്ങാണ്ട് ഇതിലെ കൂടെ ഷോട്ടിലെ കൂടെ വന്ന് കയറിയിട്ടോ. ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയിട്ടുള്ള എൻട്രൻസ് തുടങ്ങിയ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഒരു 4 ഇയേഴ്സൊക്കെ ആയി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഈ സൂവിലേക്ക് ശരിക്കും എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. LKG പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മയിൽ. വീട്ടിലേക്ക് ആര് വന്നാലും, റിലേറ്റീവ്സ് വന്നാലും, ഫ്രണ്ട്സ് വന്നാലും, ആര് വന്നാലും എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ ആദ്യം പോകുന്ന സ്ഥലം സൂ ആണ്. അങ്ങനെ കുറേ വട്ടം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അണ്ടർ 5 ആണോ എന്നറിയില്ല, കിഡ്സിന് ടിക്കറ്റ് ഇല്ല, അഡൾട്ട്സിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ദസറ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. സ്കൂൾ പിള്ളേരും പിന്നെ അല്ലാണ്ടുള്ള കുറേ തിരക്കുള്ള ദിവസമായിരുന്നു. അത്യാവശ്യം മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ നമ്മളിതാ കയറിയ പാടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേർഡ്സിലാണ്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട് ഇവിടെ. പല കൺട്രീസിൽ നിന്നുമുള്ള ബേർഡ്സ് ഉണ്ട്. കാണാൻ നല്ല രസമാണ്. നമ്മൾ വൈൽഡ് ആനിമൽസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്ത് എപ്പോഴും നല്ല ക്രൗഡഡ് ആയിരിക്കും. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഈ വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റും. ഓരോ പ്രാവശ്യം പോകുമ്പോഴും നല്ലോണം സൂ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലിയർ ആയിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് എല്ലാ ആനിമൽസിനെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് നമുക്ക് മൈസൂർ ഭയങ്കര അടുത്താണല്ലോ. അപ്പോൾ ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടാവും. എന്നാലും പോവാത്തവരും ഉണ്ടാവുമല്ലോ, അവരൊക്കെ പോയി കാണുക കേട്ടോ. മൈസൂർ സൂ എപ്പോഴും അടിപൊളിയാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ലയൻ്റെ അടുത്ത് എത്തിയപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയത്. ജോഷു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പേടിച്ച് നോക്കി നിൽക്കുകയാണ് ഈ വലിയ വലിയ ആനിമൽസിനൊക്കെ. ഈ സൂവിൻ്റെ ടോട്ടൽ കിലോമീറ്റേഴ്സ് ഏകദേശം ഒരു 4 കിലോമീറ്റേഴ്സ് ആണ്. അത്രയും നമ്മൾ നടക്കേണ്ടി വരും. അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പോവാൻ. സൂവിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി പ്ലാൻസ് മാറ്റി വയ്ക്കുക. അത്രയും നടന്ന് കണ്ടു വരുമ്പോഴത്തേക്കും നല്ലോണം ടയേർഡായിട്ടുണ്ടാവും. പിന്നെയുള്ള ടൈമിൽ ചെറിയ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക കേട്ടോ. വലിയതൊന്നും പ്ലാൻ ചെയ്യരുത്. നെക്സ്റ്റ് നമ്മൾ മങ്കീസിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് വന്നത്. പല വെറൈറ്റീസ് ഓഫ് ഗോറില്ല, ചിമ്പാൻസി, അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മങ്കീസാണ്. നല്ല രീതിയിൽ നല്ല വിസിബിളായിട്ട് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. തിരക്കിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ ഇതാ നമ്മുടെ റെയിനോ. അടുത്തത് നമ്മൾ സീബ്രേൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ വന്നിട്ടുള്ള ഓർമ്മയിൽ കുറേ സീബ്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബെയറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പേസ് നടന്ന് ടയേർഡാകുമ്പോൾ ഇതൊരു നടുക്കുള്ള സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോൾ ഒരു കൂളിംഗ് ആണ് കേട്ടോ. അടുത്തത് നമ്മൾ മാനിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ ആണെങ്കിലും ഫുള്ള് ഇഷ്ടം പോലെ നിറച്ചു മാനുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ പണ്ടൊക്കെ.
പക്ഷേ ഇപ്പോൾ ഇല്ല, ഭയങ്കര കുറവാണ്. പിന്നെ ഇതാ എലിഫൻറ്റിൻ്റെ അടുത്തെത്തി, ആഫ്രിക്കൻ എലിഫൻറ്റും അങ്ങനെ ഇവിടെയും പല പല എലിഫൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം കുറേ തിരക്കായതുകൊണ്ട് നിറച്ചും ആൾക്കാരുണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരം ഒരു റെസ്റ്റിംഗ് ഏരിയയിൽ നമ്മൾ പോപ്കോണൊക്കെ മേടിച്ച് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു അധികം ഇവിടെ ഇനി ചുറ്റിക്കറങ്ങണ്ട, മക്കളുള്ളതുകൊണ്ട് വേഗം തന്നെ വീട്ടിൽ പോകാമെന്നോർത്ത്. സ്നേക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ അധികം അങ്ങനെ കാണാനൊന്നും നിന്നില്ല, ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഈ വാട്ടർ ആനിമൽസിൻ്റെ അവിടെ എത്തി. ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ബേർഡ്സ് ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ പറന്നുകൊണ്ടിരിക്കും, വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കും, നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ. ഇത് നമ്മുടെ ഓസ്ട്രിച്ചാണേ. മഴയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് അധികമൊന്നും ഇനി കാണാൻ നിന്നില്ല. നമ്മൾ സൂവിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളുടെ കന്നഡ സ്റ്റൈൽ ചിക്കൻ പുലാവാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഈവനിങ് ഒക്കെ മൈസൂർ കാണാൻ നല്ല രസമാണ്. ഇതാണ് എക്സിബിഷൻ. ഇവിടേക്ക് ഇതുവരെ പോയിട്ടില്ല, പോകണം, പ്ലാൻ ഉണ്ട്. ന്യൂ ഇയർ വരെ ഉണ്ടാവും. ആർക്കെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പോവാട്ടോ, നല്ല രസമായിരിക്കും. പാലസിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.